ബൈബിൾ സർവേയിൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പഠിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 1 രാജാക്കന്മാരുടെ പുസ്തകമാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് ഇടയായത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിഭജിക്കുകയുണ്ടായി. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശലോമോൻ്റെ വാഴ്ചയുടെ കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് 12-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ 80 വർഷത്തെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. ഈ അധ്യായത്തിൽ ശലോമോൻ്റെ വാഴ്ചയുടെ ആദ്യത്തെ 40 കൊല്ലത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് പരിശോധിച്ചപ്പോൾ 3-4 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഒന്നാമത് പഠിച്ച കാര്യം, ശലോമോനാണ് ഏകീകൃത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവ്. അദ്ദേഹം എങ്ങനെയാണ് ദൈവ നിയോഗത്താൽ രാജസ്ഥാനത്തേക്ക് വന്നതെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് വന്നത്. യഹോവയാൽ അതവന് ലഭിച്ചു എന്ന് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. സാദോക്ക് അവനെ അഭിഷേകം ചെയ്തു. അവനെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് നാഥാൻ പ്രവാചകനെ ആക്കിയിരുന്നു. ദാവീദിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ശലോമോൻ രാജസ്ഥാനത്ത് വന്നു. അദ്ദേഹത്തിനൊരു പുതിയ പേരുണ്ടായിരുന്നു, യെദിദ്യാവ്, യഹോവയ്ക്ക് പ്രിയൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത് പഠിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശലോമോൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച കാര്യമാണ്. പ്രെയർ ഫോർ വിസ്ഡം എന്ന് വേണമെങ്കിൽ പറയാം. ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ ജ്ഞാനത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് ദൈവശബ്ദം കേൾക്കണം, ഞാൻ ബാലനാണ്, എനിക്കൊന്നും അറിയാൻ പാടില്ല, നീ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം, വിനയബുദ്ധിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹിയറിംഗ് ഹാർട്ട്, ചെവിയുള്ള ഒരു ഹൃദയം എനിക്ക് വേണം എന്ന് ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്തു. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടു. ശലോമോൻ്റെ ജ്ഞാനം ഏതെല്ലാം തരത്തിലാണ് വെളിപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. സദൃശ്യവാക്യം, ഗീതങ്ങൾ, ശാസ്ത്രം, ബോട്ടണി, സുവോളജിയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് കേൾക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞു. നാലാമതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം, ശലോമോൻ ആലയം പണി തുടങ്ങി. ശലോമോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആലയം പണി എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹം ആരംഭിക്കുന്നത് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. പ്രതിഷ്ഠിക്കുന്ന കാര്യം കാണാം. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത്. 5-ാമതായിട്ട് ഈ പ്രതിഷ്ഠിച്ച സമയത്ത് ദൈവം കൊടുത്ത ഒരു വാണിങ്ങിനെ കുറിച്ചും കൂടി നമ്മൾ വായിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ. 9-ാം അധ്യായത്തിൻ്റെ 3 മുതൽ ഉള്ള വചനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അവിടെ കണ്ട കാര്യം, ദൈവം അവിടെ ആലയത്തിനകത്ത് അടച്ചു പൂട്ടപ്പെട്ടിട്ടില്ല, അല്ലേ? ദൈവം കൈപ്പണിയായ ആലയത്തിലൊന്നും വസിക്കുന്നില്ല. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം എന്താണ്? എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും ഇവിടെ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ആ വാക്യം വായിച്ച് മുന്നോട്ട് പോകാം. 9-3 മുതലുള്ള വാക്യങ്ങൾ. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ എൻ്റെ മുൻപാകെ കഴിച്ചിരിക്കുന്ന നിൻ്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും ഹൃദയവും എല്ലാം ഇപ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ രാജാവ് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. ഞാൻ നിങ്ങളുടെ ഇത് പഠിച്ചെങ്കിലേ അടുത്തതിലേക്ക് പ്രവേശിക്കാനൊക്കെ ഉള്ളൂ. ഈ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ ഒരു വലിയ നേട്ടം കൈവരിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി, ജനങ്ങൾക്ക് സന്തോഷമായി. പക്ഷെ ദൈവം ഓർമ്മിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും, എന്നാൽ നിൻ്റെ ഹൃദയവും നിൻ്റെ കണ്ണും പരമാർത്ഥതയോടെ എപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഒരു ഉടമ്പടിയിൽ 2 പാർട്ടികളുണ്ട്. അപ്പോൾ ദൈവം പറയാണ്, നീ ആ പണിത ആലയം കൊള്ളാം, ഞാൻ എൻ്റെ ശ്രദ്ധയൊക്കെ ഇവിടെ വയ്ക്കും, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും. എന്നാൽ നീ എന്ത് ചെയ്യണം? 4-ാം വാക്യം, ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നടന്ന് നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, അതാണ് ആവർത്തിച്ച് പറഞ്ഞത്. വീണ്ടും 6-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ആലയവും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. അപ്പോൾ ദൈവത്തെ അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ ഒക്കുകയില്ല. ഒരാലയം പണിതെന്നുള്ളത് കൊണ്ടോ
ചില ആളുകളൊക്കെ ദൈവസന്നിധിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ചില ദൈവദാസന്മാരോട് പറഞ്ഞിട്ടുണ്ട്, അവൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ആലയവും തീർപ്പിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ കാര്യമാണെന്നുള്ള മട്ടിൽ പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന് അതൊന്നും ഒരു വലിയ കാര്യമല്ല. ശലോമോനോട് പറഞ്ഞത് ഈ ആലയം തന്നെ ഇവിടുന്ന് ഇല്ലാതായി പോകും. അങ്ങനെ ആയിപ്പോയി എന്നുള്ള കാര്യം പിൽക്കാല ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. യഹോവ പറഞ്ഞു, ഈ ആലയവും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. വീണ്ടും 9-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവയെ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയെന്ന് അതിന് ഉത്തരം പറയും. അപ്പം നാട്ടിലെ ജനങ്ങൾ പോലും ഇവർ ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഇവർക്കിങ്ങനെ സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞ് ഇവരെ പരിഹസിക്കുവാൻ ഇടയായിത്തീരും എന്ന് നേരത്തെ തന്നെ ദൈവം അവർക്ക് വാണിംഗ് കൊടുത്തിരുന്നു, അല്ലേ? അപ്പം നമ്മൾ പണിത ആലയമോ നമ്മൾ ചെയ്ത കാര്യങ്ങളോ അല്ല ദൈവത്തിന് താല്പര്യമുള്ളത്. ദൈവത്തിൻ്റെ താല്പര്യം നമ്മളുടെ ഹൃദയം, നമ്മൾ ദൈവത്തിന് സമർപ്പിതമായിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ളതല്ല നിങ്ങളെ തന്നെ. ദൈവത്തിന് എന്താ കൊടുക്കേണ്ടത്? നിങ്ങൾക്കുള്ളതല്ല നിങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് കൊടുക്കണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ശലോമോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പക്ഷേ 1-2 കാര്യങ്ങളും കൂടി നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കാര്യങ്ങളൊക്കെ ശലോമോൻ ചെയ്തതെങ്കിലും ശലോമോന് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാത്ത തരത്തിൽ അവൻ അതിക്രമം ചെയ്തു. അവൻ ദൈവത്തിൻ്റെ വഴികളൊക്കെ വിട്ടുമാറി. അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രം ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ശലോമോനെക്കുറിച്ച് ആളുകൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ശലോമോൻ നിത്യതയിൽ ഉണ്ടാകുമോ? ശലോമോൻ്റെ ഭാവി എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അതേക്കുറിച്ച് അധികം ഭാരപ്പെടേണ്ട, നമ്മളുടെ ഭാവി എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അതിലേക്ക് നമ്മൾ വരികയാണ്. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഹിസ് ട്രാൻസ്ഗ്രഷൻ അഗൻസ്റ്റ് ഗോഡ്. ദൈവത്തിനെതിരായിട്ട് അവൻ ലംഘനവും അതിക്രമവും പാപവും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് അതുകൊണ്ട് ആ അധ്യായം മുഴുവൻ വായിക്കേണ്ടതാണ്. എങ്കിലും ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശലോമോൻ രാജാവ് ഫറവോന്റെ മക്കളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സിദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേകം സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോട് കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. ഇപ്പം ദൈവത്തെങ്കിൽ അവൻ്റെ ഹൃദയം എങ്ങനെ ഇരുന്നില്ല? ഏകാഗ്രമായിരുന്നില്ല. അവൻ്റെ ഹൃദയം ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് പോയി. അന്യദൈവങ്ങളിലേക്ക് പോകാനുള്ള കാരണം ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ച് കളഞ്ഞു. ഭാര്യമാർ വളരെയധികം അവനുണ്ടായിരുന്നു. കണക്കവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണക്ക് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പേരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളത് ചിലർക്കൊക്കെ അത്ഭുതമാണെന്ന് തോന്നുന്നു. കാരണം ഒരാളെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശലോമോൻ എത്ര പേരെ മെയിൻറ്റെയിൻ ചെയ്തെന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്? 700 കുലീന പത്നികളും 700 കുലീന പത്നിമാരും 300 വെപ്പാട്ടികളും. അപ്പം 300 പേരെ ഒഴിവാക്കിയാൽ തന്നെ 700 പേരെ കുലീന പത്നിമാരെ താൻ കൊണ്ടു നടന്നു എന്ന് നമ്മൾ കാണുന്നു. അവരെവിടെ നിന്നൊക്കെ വന്നവരായിരുന്നു അത് മുകളിൽ നമ്മൾ കണ്ടു. അവർ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സിദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെ. അതിന് മുകളിൽ ഫറവോൻ്റെ മക്കളെ കൂടാതെ, അപ്പം ഫറവോൻ മിസ്രൈമിലെ രാജാവിൻ്റെ മക്കള്, അതൊരു രാജസ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്രാജ്യ വിസ്തൃതിക്കും യുദ്ധം ഒഴിവാക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രം മാരിയേജ് അലയൻസ് എന്ന് പറയും. ദ എൻറ്റേഡ് ഇൻ ടു മാരിയേജ് അലയൻസ്. വിവാഹ ബന്ധങ്ങളിൽ പ്രവേശിക്കും. ശലോമോൻ യുദ്ധമില്ലാത്തൊരു രാജാവായിരുന്നു. അപ്പോൾ യുദ്ധം ഉണ്ടാകാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുമായിട്ട് സ്നേഹത്തിലാണെന്ന് മാത്രമല്ല, എല്ലാ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ നിന്നും പിള്ളേരെ കല്യാണം കഴിച്ചു. അപ്പോൾ എല്ലാവരുടെയും ബന്ധുവല്ലേ ശലോമോൻ? എല്ലാവരുടെയും ബന്ധുവാണ്. അപ്പോൾ ആരും അമ്മായിയപ്പനെതിരായിട്ടോ അല്ലെങ്കിൽ ഇത്രയോ അടുത്ത ബന്ധുക്കൾക്കെതിരായിട്ട് ഉള്ളിലൊക്കെ ഇച്ചിരി പിണക്കം ഉണ്ടെങ്കിൽ പോലും, സൗന്ദര്യപ്പിണക്കം ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ യുദ്ധം ചെയ്യാനോ കലഹത്തിനോ ഒന്നും തയ്യാറാകാത്ത തരത്തിൽ. അപ്പോൾ അവിടെ അബദ്ധം പറ്റിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ്. ഇതാണ് ഈ സിംഹാസനം
വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം. ഞാനിവിടെ രാജാവാണ്, എനിക്ക് മാര്യേജ് അലയൻസിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ബന്ധത്തിൽ ആരോടാണ് ഞാൻ ഇടപെടുന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ വേണം. 4-ാം വാക്യത്തിൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ അവൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. ആ ഹൃദയത്തിലിപ്പം ആരെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്നുള്ള കാര്യം, 700 കുലീന പത്നികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും അവരുടെ ബന്ധുക്കളുടെ കാര്യങ്ങളും പിന്നെ ബാക്കി 300 പേരുടെ കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ കാര്യം മാത്രം അന്വേഷിക്കാൻ സമയമില്ലാതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായെന്നുള്ള കാര്യം ഓർത്താൽ മതി. അതിനേക്കാൾ ഉപരി വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പണ്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ആവർത്തന പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ദൈവം പണ്ട് പറഞ്ഞിരുന്നു, ഒരു രാജാവിനെ നിങ്ങൾ ആഗ്രഹിക്കുകയും ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജാവിനെ വേണം നിങ്ങൾക്ക്. ആ രാജാവ് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? വീണ്ടും വായിക്കേണ്ട കാര്യമില്ലല്ലോ. 17-ാം അധ്യായത്തിൻ്റെ ആവർത്തനം 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു വിട്ടാൽ മതിയായിരിക്കും. രാജാവിനെ എന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം, നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. അപ്പോൾ അവർ പോസിറ്റീവും നെഗറ്റീവും ആ വാക്യങ്ങൾ വെച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അനേകം പൊന്നും വെള്ളിയും സമ്പാദിക്കരുത്, അനേകം കുതിരകളെ സമ്പാദിക്കരുത്. ഭാഗം കണ്ടോ? അനേകം ഭാര്യമാരെ എടുക്കരുത്. 3 കാര്യങ്ങൾ അരുതെന്ന് പറഞ്ഞു. അതൊന്ന് വായിച്ചാട്ടെ. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. എന്താ കാരണം? കുതിര സമ്പാദിക്കേണ്ട ജനം ഇസ്രായേലിലേക്ക് മടങ്ങി പോകുവാൻ അവൻ ഇടവരരുത്. അപ്പോൾ ഇനി നമുക്ക് ശലോമോൻ്റെ കാര്യം ഇച്ചിരി കഴിഞ്ഞ് വായിക്കാം. അപ്പോൾ കുതിര ഒരുപാടുണ്ടായാൽ എങ്ങോട്ട് പോകും? മിസ്രൈമിലേക്ക് പോകും. കാരണം ഏറ്റവും നല്ല ഹോഴ്സിനെ ബ്രീഡ് ചെയ്തിരുന്നത് മിസ്രൈമിലാണ്. പിന്നെ അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കുവാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. ഹൃദയം മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് അനേകം ഭാര്യമാരെ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. ഈ 3 കാര്യങ്ങളാണ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നത്? കുതിര അധികം പാടില്ല. കാരണമെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കുതിര പാടില്ല? കുതിര ഉണ്ടെങ്കിൽ മിസ്രൈമിലേക്ക് പോകും. എന്തുകൊണ്ട് ഭാര്യമാർ പാടില്ല? ഭാര്യമാരുണ്ടെങ്കിൽ ഹൃദയം മിസ്രൈമിലേക്ക് മാത്രമല്ല, ഭാര്യ എവിടെ നിന്നൊക്കെ വന്നോ അങ്ങോട്ടൊക്കെ മറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാൻ. പിന്നെ അധികം പണം ഉണ്ടാകരുത്, കാരണം നിൻ്റെ ഹൃദയം അഹങ്കരിച്ച് ഉയരും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി എഴുതിയെടുക്കണം. അതെപ്പോഴും കയ്യിൽ വയ്ക്കണം, അത് വായിക്കണം, അതനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഓർമ്മയുണ്ടല്ലോ. ഇനി ശലോമോൻ എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 11-ാം അധ്യായം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ 10-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ, ശലോമോന് സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരാലും ദേശാധിപതിമാരാലും വന്നത് കൂടാതെ ആണ്ടുതോറും വന്ന പൊന്നിന്റെ തൂക്കം 666 താലന്തായിരുന്നു. ഇനി അങ്ങനെ താഴേക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം പരിചകൾ ഉണ്ടാക്കിയതൊക്കെ വരുത്തിയ പൊന്നുകൊണ്ട് 200 വൻ പരിചയം ഉണ്ടാക്കി, ചെറുപരിചയം ഉണ്ടാക്കി, എല്ലാം 300 ചെറുപരിച. എല്ലാം സ്വർണം കൊണ്ടാണ്. പിന്നെ സ്വർണ്ണ ചേനയുണ്ടെന്ന് കേട്ടാൽ തന്നെ ആളുകൾ അതിൻ്റെ പുറകെ ഓടുന്ന നാടാണ് കേരളം എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ടി വിയിൽ ഏറ്റവും കൂടുതൽ പരസ്യം സ്വർണത്തിൻ്റെയും സോപ്പിൻ്റെ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം സ്വർണം അധികം ആകാൻ പാടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് പരിചകൾ പോലും എന്തുകൊണ്ടുള്ളതായിരുന്നു? സ്വർണം കൊണ്ടുള്ളതായിരുന്നു. 18-ാം വാക്യം, രാജാവ് ദന്തം കൊണ്ടൊരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദന്തം എന്ന് പറഞ്ഞാൽ ഐവറി മീൻസ് ആനക്കൊമ്പ്. എല്ലാവരുടെയും പല്ലുകൊണ്ടല്ല. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പല്ലെല്ലാം ഉപയോഗിച്ച് കൊട്ടാരം ഉണ്ടാക്കിയത്. അങ്ങനെയല്ല, ആനക്കൊമ്പ് കൊണ്ടാണ്. അപ്പം ദന്തമന്ദിരം. അപ്പോൾ ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് പൊതിഞ്ഞു? തങ്കം കൊണ്ട് പൊതിഞ്ഞു. അപ്പം കണ്ട, അത്ര പോപ്പുലറായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 20-21 വാക്യങ്ങൾ. 6 പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി 12 സിംഹം നിന്നിരുന്നു. സിംഹരൂപമൊക്കെ ഉണ്ടാക്കിയെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഒരു രാജ്യത്തും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലെബനോൻ വനഗൃഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടുമായിരുന്നു. പൊന്നുകൊണ്ടും
തങ്കം കൊണ്ടുമാണ് വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത്. ഒന്നും വെള്ളി കൊണ്ടല്ല, ഒന്നും വെള്ളി കൊണ്ടല്ല. അതിന് ശാലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്നു. വെള്ളിക്ക് ആ കാലത്ത് വിലയില്ലായിരുന്നു. പിന്നെ രാജാവിന് സമുദ്രത്തിൽ ഹീരാമിന്റെ കപ്പലുകളോട് കൂടെ തർശീസ് കപ്പലുകൾ ഉണ്ടായിരുന്നു. തർശീസ് കപ്പലുകൾ 3 സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവ കൊണ്ടുവന്നു. ഇങ്ങനെ ശാലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു. അപ്പം കാര്യം മനസ്സിലായി കാണും. ഇത് പാടില്ലെന്ന് ദൈവം പറഞ്ഞിരുന്ന കാര്യം പുള്ളിക്കാരൻ ക്ലിയറായിട്ട് വയലേറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായപ്പോൾ മറ്റൊരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് സ്വാഭാവികമായിട്ട് എന്ത് തോന്നി കാണും? ഐ ആം സംബഡി എന്നൊരു തോന്നലുണ്ടായി കാണും. ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. സൂചന വല്ലതും കിട്ടിയോ നിങ്ങൾക്ക്? ഇന്ത്യ രാജ്യവുമായിട്ട് പോലും ശലോമോന് അവിടെ ബാക്കി നിങ്ങൾ കണ്ടു കാണുമല്ലോ. മയില്, ആനക്കൊമ്പ്, കുരങ്ങ്, ചിലർക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. ആനക്കൊമ്പൊക്കെ ഇന്ത്യയിൽ, കേരളത്തിൽ ഒക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ആഫ്രിക്കയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ അവർക്ക് വാണിജ്യ ബന്ധം. മയിൽ. അപ്പം ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായിട്ട് വ്യാപാര വാണിജ്യ ബന്ധങ്ങളും, വ്യാപാര വാണിജ്യ ബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് വിൽക്കാം. ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഘടനയുടെ പുറകിലുള്ളത് എന്തുമാത്രം ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണയ സംഭരണം നമുക്കുണ്ടെന്നുള്ളതനുസരിച്ചാണ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളുമായിട്ട് കുടുംബബന്ധം, കല്യാണ ബന്ധം, പിന്നെ വ്യാപാര ബന്ധം, അങ്ങനെ പണം ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പരിചയം, പാനപാത്രവും ഒക്കെ എന്തുകൊണ്ടാക്കിയത്? പൊന്നും വെള്ളിയും കൊണ്ടാക്കിയത്. ഒന്നും വെള്ളി കൊണ്ടല്ല. ആ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം മാത്രം അദ്ദേഹം മറന്നുപോയി. എന്താ മറന്നുപോയത്? നീ ഇങ്ങനെ അനേകം വെള്ളിയും പൊന്നും ഒന്നും സമ്പാദിക്കരുത്. ഈ സമ്പാദിച്ച് കഴിഞ്ഞ് ഇതെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്ക് അറിയാതെ നിൻ്റെ ഹൃദയം, കാരണം ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മറ്റൊരു രാജ്യത്തും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മാത്രം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മിടുക്കനാണെന്നുള്ളൊരു തോന്നൽ അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ പോയിൻ്റ്, അദ്ദേഹം ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചു എന്നുള്ള കാര്യമാണ്. 2 നമുക്ക് മുമ്പോട്ട് വായിച്ചു പോവുകയാണെങ്കിൽ 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവന് 700 കുലീന പത്നിമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. അപ്പോൾ ഒരുപാട് ഭാര്യമാരുണ്ടാകരുതെന്ന് പറഞ്ഞു. വളരെ കുറവ്, 1000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിലും അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് കളഞ്ഞു. ഈ വ്യാപാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അല്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, വ്യാപാരം നടക്കുമ്പോൾ സാധനങ്ങൾ മാത്രമല്ല വരുന്നത്. ഇപ്പോൾ സ്വർണം വന്നതും ആനക്കൊമ്പ് വന്നതും മയിൽ വന്നതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ കൊണ്ടുവന്ന ആളിൽ പറഞ്ഞു കാണും ഇത് ആനക്കൊമ്പാണ്, ഇതുകൊണ്ട് വീട് പണിയുമ്പം, കൊട്ടാരം വരും പണിയുമ്പം ഞങ്ങൾ വരണം, പിന്നെ ഇതിൻ്റെ പണി ശരിയാവണമെങ്കിൽ ഒരു പൂജ പ്രത്യേകം ചെയ്യണം, മയിൽ ശരിയായിട്ട് ചാകാതെ നിങ്ങളുടെ ക്ലൈമറ്റിൽ വളരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാര്യം പ്രാർത്ഥന നടത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണുമെന്ന് നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇത് മയിൽ വേണമെന്നും ആനക്കൊമ്പ് വേണമെന്നും ഇതൊക്കെ നിലനിൽക്കണമെന്നും ഈ കുരങ്ങ് ജീവിച്ചിരിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എല്ലാ ജ്ഞാനമുണ്ട്. കാരണം സുവോളജി, ബോട്ടണിയൊക്കെ പറഞ്ഞ കാര്യം. അപ്പോൾ എല്ലാ വെറൈറ്റി സാധനങ്ങളെയൊക്കെ പഠിക്കുകയും അതിൻ്റെ സാമ്പിൾ കൊണ്ടുവരികയും വളർത്തുകയൊക്കെ ചെയ്ത് കാണും. അപ്പോൾ അറിഞ്ഞും അറിയാതെയും ഗുഡ്സ് ആൻഡ് ഐഡിയാസ് ട്രാവൽ ടുഗദർ. സാധനങ്ങളും ആശയങ്ങളും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നതെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അല്ല, ആദ്യകാലത്ത് മിഷണറിമാർ തന്നെ സഞ്ചരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ മിഷണറീസ് ആൻഡ് മെർച്ചൻസ് ട്രാവൽ ടുഗദർ എന്നാണ്. കച്ചവടക്കാരും മിഷണറിമാരും ഒരുമിച്ച് സഞ്ചരിച്ചു. അവർ വഴിയൊരുക്കി തന്നു, മിഷണറിമാർ അവരുടെ കൂട്ടത്തിലും പോയി. അപ്പോൾ അങ്ങനെ ഈ വ്യാപാരം വഴി സാധന സാമഗ്രികൾ മാത്രമല്ല, അവിടെ നിന്നുള്ള ആശയങ്ങളും കടന്നുകൂടും. അപ്പോൾ പല രാജ്യങ്ങളിലുണ്ടായിരുന്ന അന്യായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ എവിടെ വന്നു? ഈ ശലോമോൻ്റെ രാജ്യത്തേക്ക് വന്നു. അതുകൊണ്ടാണ് അനവധിയായി പൊന്നും ഇങ്ങനെയുള്ള വ്യാപാരങ്ങളിലുമൊക്കെ ഇടപെടരുതെന്ന് ദൈവം നേരത്തെ കൽപ്പിച്ചത്. ഭാര്യമാരുടെ കാര്യം നമുക്കറിയാം, ഇവിടെ പറഞ്ഞതും സംഭവിച്ചതും അറിയാം. അവർ ഹൃദയത്തെ വശീകരിച്ചു. അപ്പോൾ ഈ ഒരു 1-2 കൊല്ലം കൂടുമ്പോഴെങ്കിലും ഭാര്യ വീട്ടിലൊന്ന് പോകണ്ടേ? അതെ, ഇത് 1000 പേരുടെ വീട്ടിൽ പോയി വരിക എന്ന് പറയുന്നത് തന്നെ അല്ലേ, മാസത്തിലൊന്നൊക്കെ പോയാൽ നല്ലതെന്ന് എല്ലാവരും പറയും. ഇതിപ്പം വർഷത്തിലോ 2 വർഷത്തിലോ ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ പോയപ്പോൾ ഇങ്ങനെ ആറ്റി നോറ്റിരുന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ അമ്പലത്തിലൊന്നും പോകാതെ പോകാൻ പറ്റുകയില്ല.
അവിടുത്തെ ചില സാധനങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം വന്നപ്പോൾ പുള്ളിക്ക് തരക്കേടില്ലെന്നൊരു തോന്നലുണ്ടായിക്കാണ്. എൻ്റെ ആലയത്തിനേക്കാൾ നല്ല സംഗതികളും നടപടികളും ഒക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയാതെ ഹൃദയത്തിൽ ഈ സാധനങ്ങളൊക്കെ ഉടക്കി അവരുടെ ഹൃദയത്തെ വശീകരിച്ചു. അപ്പോൾ ഹൃദയം മറിഞ്ഞുപോയി. ഇനി നമുക്ക് കുതിരയുടെ കാര്യം കൂടെ നോക്കാനുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. 40,000 കുതിരയല്ല, കുതിര ലായം, കുതിരകളെ കെട്ടുന്ന ലായമാണുള്ളത് എന്ന് മറന്നു പോകരുത്. അപ്പോൾ 40,000 കുതിര ലായം ഉണ്ടായിരുന്നു. പിന്നെ 26-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 29-ലേക്ക് വന്നാൽ ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. അപ്പോൾ അങ്ങനെ ശലോമോന് കുതിര ഒരുപാടുണ്ടായിരുന്നു. അത് അവൻ്റെ ഹൃദയത്തെ വിശാലമാക്കി വീണ്ടും കൂടുതൽ കുതിരകളെയും ഒക്കെ സമ്പാദിക്കാനായിട്ടുള്ള വ്യഗ്രത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് 26-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കുന്നത് നന്നായിരിക്കും. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തിഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു. അപ്പോൾ അവിടെ അവൻ ധാരാളം കുതിരകളെ സമ്പാദിച്ചു. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ 22-ാം വാക്യമൊക്കെ മുതലൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ഒരുപാട് ആനിമൽസിൻ്റെ പേരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. താൻ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പല ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എല്ലാം കൊണ്ടുവരികയും കുതിര പ്രത്യേകിച്ച് രാജാക്കന്മാർക്ക് താല്പര്യമുള്ളതായതുകൊണ്ട് ധാരാളം കുതിരകളെ സമ്പാദിക്കുകയും അതുവഴി മിസ്രൈമുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും. 22-ാം വാക്യത്തിൻ്റെ താവട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ശലോമോന്റെ നിത്യച്ചെലവിന് ദിവസവും 30 പറ നേരിയ മാവും 60 പറ സാധാരണ മാവും മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിച്ച 10 കാളയും മേച്ചിൽപ്പുറത്തെ 20 കാളയും 100 ആടുമായിരുന്നു. നദിക്കിക്കരെ തിഫസ് മുതൽ ഗസ വരെയുള്ള സകല ദേശത്തെയും നദിക്കിക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലായതുകൊണ്ട് ആരും തലവേദനകളൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ മിസ്രൈമുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമായി. അവിടുന്ന് ഒരുപാട് കുതിരകളൊക്കെ വരാനായിട്ട് ഇടയായി. ഇതിൻ്റെ എല്ലാം റിസൾട്ട് എന്തായിരുന്നെന്ന് ചോദിച്ചാൽ അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ലംഘിച്ചു. അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രം ആയിരുന്നില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് 4-ാം വാക്യമാണ് 11-ാം അധ്യായത്തിൻ്റെ. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. അവന്റെ ഹൃദയം ദൈവത്തെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്നൊക്കെ 11-ാം അധ്യായം നിങ്ങൾ മുഴുവൻ വായിക്കണം. ചില വാക്യങ്ങൾ വായിപ്പിക്കുകയാണ്. 6-ാം വാക്യം, തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. വീണ്ടും 13-ാം വാക്യം, എങ്കിലും രാജ്യത്ത് മുഴുവൻ പറിച്ചു കളയാതെ തന്റെ ദാസനായ ദാവീദ് നിമിത്തം ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേമിൻ നിമിത്തം ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും. അപ്പോൾ ദൈവം നടപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ്റെ ഹൃദയം ദൈവത്തെങ്കിൽ ഏകാഗ്രമാകാതെ ഇരുന്നത് കാരണം ദൈവം സാമ്രാജ്യം ഡിവൈഡഡ് ആകും എന്ന് വാണിംഗ് കൊടുക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ദൈവം ഇത്ര കർക്കശമായിട്ട് ഇത്ര കൃത്യതയോടെ ശലോമോനെതിരായിട്ട് നടപടി സ്വീകരിക്കുവാൻ എന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ശലോമോൻ ദാവീദിൻ്റെ മകനായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അധികാരത്തിൽ വന്നയാളാണ്. പക്ഷേ ശലോമോൻ്റെ പ്രവൃത്തികളിൽ ദൈവത്തിന് അനിഷ്ടമുണ്ടായി. എന്താണ് അതിൻ്റെ കാരണം? അവൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ചില്ല. അത് നമ്മൾ കണ്ടു. അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രം ആയിരുന്നില്ല. അവൻ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ, നമ്മൾ വായിച്ച 6-ാം വാക്യം, യഹോവയെ കുറച്ചൊക്കെ അനുസരിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? പൂർണ്ണമായി അനുസരിക്കാതെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ
ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും ഹാഫ് ഹാർട്ടഡായിട്ട് പറ്റുകയല്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മൾ 9-ാം വാക്യം വായിക്കുമ്പോൾ തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും, വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിക്കേണ്ടതിന് പകരം ഇപ്പം ദൈവത്തെ വിട്ട് അവൻ്റെ ഹൃദയം വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു. യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു. അപ്പോൾ ദൈവം കോപിച്ചതിൻ്റെ കാരണം അവൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചില്ല. എനിക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ചെറിയൊരു പ്രേരണ. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നവയൊക്കെയും പ്രമാണിച്ച് നടക്കുവിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയുമരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞും കൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്കു നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയം ദൈവത്തെങ്കിൽ പൂർണ്ണമായിട്ട് ഏകാഗ്രമാണോ എന്ന് അറിയാനായിട്ട് ചിലപ്പോൾ പ്രവാചകനെ പോലും വിട്ട് നമ്മളെ എന്ത് ചെയ്യും? പരീക്ഷിക്കും. അപ്പോൾ നമ്മൾ ആലോചന എടുക്കാൻ പോകുന്നതൊക്കെ ഇച്ചിരി സൂക്ഷിച്ചു വേണമെന്നാണ് പറഞ്ഞത്. ആലോചന എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവവചനത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും ആലോചനകൾ വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രവാചകൻ തന്നെ ചിലപ്പോൾ നമ്മളെ ദൈവത്തെങ്കിൽ നിന്ന് തിരിക്കാനുമായിട്ട് ആലോചനകളൊക്കെ ആയിട്ട് നമ്മുടെ അടുക്കൽ വന്നു എന്ന് വരാം. എന്നാൽ അതൊരു തുടക്കമാണ്. കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ 6-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രയീം ദേശത്തു നിന്നും നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്നും വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടുന്നതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്നും നിന്നെ തെറ്റിക്കുവാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ നിന്റെ മധ്യേ നിന്നും ദോഷം നീക്കിക്കളയണം. നിങ്ങളുടെ ചുറ്റും ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാറിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണ സ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിക്കുവാൻ നോക്കിയാൽ. ശ്രദ്ധിക്കണേ, വാക്യം ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്, എന്നെ ശ്രദ്ധിക്കണമെന്നല്ല. വാക്യം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞത്? നിന്റെ പിതാക്കന്മാരോ അല്ലേ, നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാറിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണ സ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിക്കുവാൻ നോക്കിയാൽ. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചിലപ്പം നമ്മുടെ ഭാര്യ ശലോമോനോട് രഹസ്യമായി തലയണ മന്ത്രം ഓതി കാണും. എത്ര നാളായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് ഒരു പ്രാവശ്യം അവിടെ വരെ ഒന്ന് വന്നെന്ന് വെച്ചുകൊണ്ട് വിശ്വാസമൊക്കെ താഴെ പോകുമോ എന്നൊക്കെ ചോദിച്ചു കാണും. അപ്പം ശലോമോൻ്റെ ഹൃദയം പതുക്കെ ചാഞ്ഞു ഭാര്യയോടുള്ള സ്നേഹത്തിൽ. പക്ഷെ ഇവിടെ ദൈവം നേരത്തെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ മാർവിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി നിന്നോട് പറഞ്ഞ് നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവന്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് യോജിക്കുകയോ യേസെന്ന് പോലും പറയരുതെന്ന്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ളവനോട് കുശലം പോലും പറയരുത്. അവനോട് കുശലം പറയുന്നവരും അവൻ്റെ ഉപദേശത്തിൽ ചേർന്നതിന് തുല്യമാണ് അല്ലേ. ഞങ്ങൾ കുശലമല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ദൈവം അത് ടോളറേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ ആസ് ഫാർ ആസ് ഗോഡ് ഈസ് കൺസേൺഡ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യയാകട്ടെ പ്രാണസ്നേഹിതനാകട്ടെ, ചിലർക്ക് സ്നേഹിതന്മാരെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ചിലർക്ക് ഭാര്യ പറയുന്നതിനപ്പുറത്തേക്ക് പോകാൻ ഒക്കുകയില്ല. പക്ഷെ ആത്മീയ കാര്യങ്ങളിൽ ഈ തീരുമാനം പുരുഷന്മാർ എടുക്കേണ്ടതാണ്. കുടുംബത്തെ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 6-ാം അധ്യായത്തിലൊക്കെ ദൈവം പറയുന്നുണ്ട്, നിൻ്റെ മക്കളോടും ഭാര്യയോടും ഒക്കെ അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ഈ കാര്യം പറഞ്ഞവരെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അവരാൽ നീ സ്വാധീനിക്കപ്പെടുകയല്ല വേണ്ടത്, നീ അവരെ സ്വാധീനിച്ച് ദൈവ വഴികളിൽ തന്നെ അവരെ നടത്തണം. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ അങ്ങനെ സ്വാധീനത്തിൽ വീണുപോയെന്ന് വിചാരിക്കുക, ഈ ഭാര്യയൊക്കെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് പിണങ്ങരുത്. അവനോട് കനിവ് തോന്നുകയോ
അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം. അവനെ കൊല്ലേണ്ടതിന് അതുകൊണ്ടും തീർന്നില്ല, അവനെ കൊല്ലേണ്ടതിന് ആദ്യം നിന്റെ കൈയും പിന്നെ സർവ്വജനത്തിന്റെ കൈയും അവന്റെ മേൽ ചെല്ലണം. എന്താ അത്ര ഗൗരവമായിട്ട് ദൈവം പറയാൻ കാരണം? ആദ്യം നിന്റെ കൈ തന്നെ, നിന്റെ കൈ തന്നെ അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞത്. മീൻസ് നിന്റെ കൈ കൊണ്ട് പിടിച്ചോണ്ട് വന്ന ഈ ഭാര്യയെ അല്ലേ? പക്ഷെ ഇപ്പോൾ പറഞ്ഞത് നിന്റെ കൈ കൊണ്ട് തന്നെ വേണം ആദ്യം അവളെ കല്ലെറിയാനായിട്ട്. ഭാര്യമാരെ കല്ലെറിയണമെന്ന് ഞാൻ പറയുകയല്ല, അതിൻ്റെ ഗൗരവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. അതിൻ്റെ കാരണം അടുത്ത വാക്യത്തിലുണ്ട് അതിൻ്റെ കാരണം. 11-ാം വാക്യം, അടിമവീടായ മിസ്രയീം ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റിക്കളയുവാനും അവൻ അന്വേഷിച്ചത് കൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. നിന്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റിക്കളവാൻ അവൻ ശ്രമിച്ചു, അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഇടർച്ചകൾ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ്റെ കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ല് കെട്ടി അവനെ വെള്ളത്തിൽ താക്കി കളയുന്നതായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയാകട്ടെ, പ്രാണസ്നേഹിതനാകട്ടെ, മക്കളാകട്ടെ, ആരും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തോട് എങ്ങനെ ഇരിക്കണം? പറ്റിയിരിക്കണം. യേശു കർത്താവ് ഈ ശിഷ്യത്വത്തിൻ്റെ പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന വളരെ ഹാർഡായിട്ടുള്ള ടേംസ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ലൂക്കോസ് 14:26 പല വാക്യങ്ങളുണ്ട്. ഒരു വാക്യം മാത്രം നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ലൂക്കോസ് 14:26. ഒരുത്തൻ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ ഇച്ഛിച്ചാൽ അവൻ എന്തൊക്കെ ചെയ്യണം? എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അപ്പം നമ്മൾ സ്വന്തം ജീവനെയും, എൻ്റെ മനസ്സിൽ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകണമെന്നൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, നമുക്ക് പ്രാണസ്നേഹിതനാകട്ടെ, ആരും നമ്മളെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയാനായിട്ട് ഇടയാകരുത്. നമ്മളതിനൊരു അനുവാദം കൊടുക്കരുത്, നമ്മളതിനൊരു കരുവുമാകരുത്. രണ്ട് കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ആരെയും അകറ്റരുത്. ആരെങ്കിലും നമ്മളെ അകറ്റാൻ ശ്രമിച്ചാൽ നമ്മളതിന് വിധേയപ്പെടുകയും ചെയ്യരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ശലോമോന് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ദൃഷ്ടാന്തം, നമുക്ക് മാതൃകയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ശലോമോനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം, ശലോമോൻ നന്നായിട്ട് തുടങ്ങിയെങ്കിലും അവസാനം വന്നപ്പോഴത്തേക്ക് അവന് വയസ്സായപ്പോൾ അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. ദൈവം പറഞ്ഞ കൽപ്പനകളൊക്കെ അവൻ വയലേറ്റ് ചെയ്തു. അവൻ അനേകം ഭാര്യമാരെ എടുത്തു, വെള്ളിയും പൊന്നും അനവധിയായി സമ്പാദിച്ചു. ധാരാളം കുതിരകളെ മിസ്രൈമിൽ നിന്ന് ബൈ ചെയ്തു, വാങ്ങിക്കൊണ്ട് വന്നു. ഇതൊക്കെ ദൈവത്തിന് അനിഷ്ടമായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദ റിസൾട്ട് ഓഫ് ഹിസ് ട്രാൻസ്ഗ്രഷൻ, അവൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മളൊരു വാക്യം കുറച്ച് മുമ്പ് വായിച്ചായിരുന്നു. ഞാൻ അത് നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. 31-ാം വാക്യം മാത്രം നമുക്ക് വായിച്ചാൽ, 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. യൊരോബെയാമിനോട് പറഞ്ഞത് എന്തെന്നാൽ, 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ നിന്നും പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. എന്നാൽ എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തം ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരൂശലേം നഗര നിമിത്തവും ഒരു ഗോത്രം അവനിരിക്കും. ബാക്കി 10 ഗോത്രം. അപ്പോൾ 11 ആയുള്ളൂ. പിന്നെ ഒരു ഗോത്രത്തിന് എന്താ സംഭവിച്ചതെന്ന് ചിലർക്കൊരു സംശയം. പിന്നെ ബെന്യാമീൻ എന്ന് പറയുന്ന ഗോത്രം ഇവരുടെ കൂട്ടത്തിൽ സ്വയമായിട്ട് ചേരുവാനായിട്ട് തീരുമാനിച്ചതാണ്. 12-ാം അധ്യായം എടുത്താൽ മതി. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്, അതിൻ്റെ വർക്കിംഗ് ഔട്ട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കും. 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിച്ചാൽ, 12-ന്റെ 21. രെഹബെയാം യെരൂശലേമിൽ വന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്ത് രാജ്യത്വം ശലോമോന്റെ മകനായ രെഹബെയാമിനെ വീണ്ടും കൊള്ളേണ്ടതിന് അവർ യഹൂദ ഗൃഹം മുഴുവനിലും ബെന്യാമീന്റെ ഗോത്രത്തിലും നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ 1,80,000 പേരെ ശേഖരിച്ചു. അപ്പോൾ ബെന്യാമീൻ ഗോത്രവും കൂടെ പിൽക്കാലത്ത് യഹൂദ ഗോത്രത്തിൻ്റെ കൂടെ ചേർന്നു. ബാക്കി 10 ഗോത്രങ്ങൾ ഒരുമിച്ച് നിന്നു. റിസൾട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ കിങ്ഡം ഡിവൈഡഡ്, സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. നിങ്ങൾ അധ്യായം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട്
ഞാനത് മുഴുവൻ വിവരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ചില വാക്യങ്ങൾ മാത്രം വായിച്ചു വിടുന്നത് നല്ലതായിരിക്കും. 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. അവർ എന്നെ ഉപേക്ഷിച്ചു, സീദോന്യ ദേവിയായ അസ്തരോത്തിനെയും മോവാബ്യ ദേവനായ കെമോശിനെയും അമോന്യ ദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവന്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുവാനും അവർ എന്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ. അപ്പോൾ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ കാരണം ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചില്ല, എൻ്റെ വഴികളിൽ നടന്നില്ല, എനിക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തില്ല. 34-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ദാവീദ് നിമിത്തം ഞാൻ അവരെ പൂർണ്ണമായിട്ട് കൈവിട്ട് കളയുകയില്ല, എന്നാൽ അവർക്കൊരു പണിഷ്മെൻ്റ് കൊടുക്കും. 38-ാം വാക്യം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇതാരോടാ പറയുന്നതെന്ന് ചോദിച്ചാൽ ശലോമോന് ശേഷം രാജസ്ഥാനത്തേക്ക് വരുന്ന ആളോടാണ് പറയുന്നത്. അപ്പോൾ ദൈവം എല്ലാ രാജാക്കന്മാരെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എൻ്റെ വഴികളിൽ, എൻ്റെ ചട്ടങ്ങളിൽ, എൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൈവിട്ട് കളയും. എനിക്ക് പ്രസാദമുള്ളത് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യത്തിലാണ് ദാവീദിന് ശലോമോന് പരാജയം ഉണ്ടായെന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ശലോമോൻ്റെ ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ 41 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. ശലോമോൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ ജ്ഞാനവും ശലോമോൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനെയും വാണകാലം 40 സംവത്സരമായിരുന്നു. ശലോമോൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവൻ അടക്കം ചെയ്തു. അവൻ്റെ മകനായ രഹബെയാം അവന് പകരം രാജാവായി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ശലോമോൻ തൻ്റെ ഭരണകാലഘട്ടം പൂർത്തിയാക്കി കാലയവനികയ്ക്കകത്ത് മറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ശലോമോനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ശലോമോൻ്റെ പിൻഗാമികളെക്കുറിച്ചുള്ള ചരിത്രത്തിലേക്കാണ് 12-ാം അധ്യായം മുതൽ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയാകുകയില്ല. ശലോമോനിൽ നിന്ന് നാം എന്ത് പഠിക്കണം? വാട്ട് ഷുഡ് യു ലേൺ ഫ്രം സോളമൻ? ശലോമോനിൽ നിന്നുള്ള ലേണിങ് ഞാനൊരു 5-8 കാര്യങ്ങൾ ഓടിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ശലോമോനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ശലോമോൻ്റെ ജീവിതം അവസാന കാലത്തിൽ പരാജയത്തിലേക്ക് പോയതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, ഞാൻ ചതിക്കപ്പെടുവാനും പരാജയപ്പെടുവാനും വളരെ സാധ്യതയുണ്ട് എന്നെപ്പോഴും എനിക്കൊരു വിചാരം വേണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച എല്ലാവരും, ഏത് സമയത്ത് നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ഞാൻ വീഴുകയില്ല എന്നാർക്കും പറയാൻ ഒക്കുകയില്ല. നമ്മൾ ശലോമോൻ്റെ തുടക്കമൊക്കെ കണ്ടപ്പോൾ ദൈവത്തിന് ഭയങ്കര പ്രസാദമായി. അതുകൊണ്ട് ഒരിക്കലും ശലോമോനൊരു കുഴപ്പം വരികയില്ലെന്നൊക്കെ തുടക്കത്തിൽ വിചാരിച്ചെങ്കിൽ അവസാനിച്ചപ്പോൾ നമ്മൾ വായിച്ചത് അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. അവന് ശേഷം സാമ്രാജ്യം വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോൾ വേണമെങ്കിലും ചതിക്കപ്പെടുവാനും എപ്പോൾ വേണമെങ്കിലും പരാജയപ്പെടുവാനുമുള്ള സാധ്യത വളരെ ഉണ്ട്. കുറച്ചുണ്ടെന്നല്ല, എനി മോമെൻറ്റ്, എനി ടൈം ഐ ക്യാൻ ബി ഡിസീവ്ഡ് ആൻഡ് ഐ ക്യാൻ ഫെയിൽ. എപ്പോൾ വേണമെങ്കിലും ഞാൻ തോറ്റു പോകാനും ഞാൻ ചതിക്കപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട് എന്ന് മറന്നു പോകരുത്. അപ്പോൾ അന്നേരം ഹവ്വയുടെ ആദാമിൻ്റെയോ കാര്യമൊന്നും ഓർത്താൽ മതി. പാമ്പിനെ ദൈവമല്ലേ ഉണ്ടാക്കിയതെന്നൊന്നും ചോദിക്കരുത്. ഞങ്ങൾ ചിലരും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ പാമ്പിനെ ദൈവം തന്നെയല്ലേ ഉണ്ടാക്കിയത്? അത് എന്തിനാണ് ഉണ്ടാക്കിയത്? അല്ല, ഇപ്പോൾ നേരത്തെ വായിച്ച പ്രവാചകനെയും ദൈവമല്ലേ വിട്ടതെന്ന് ചോദിച്ചാൽ, പ്രവാചകനെ വിട്ടതൊക്കെ ദൈവം തന്നെ. എന്തിനാ? നീ എന്ത് ചെയ്യുമെന്ന് അറിയാൻ, നിൻ്റെ ഹൃദയത്തെ പരീക്ഷിച്ച് നിൻ്റെ താല്പര്യം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ. അപ്പോൾ എനിക്ക് പരീക്ഷ വരും, ഞാനും വീണു എന്ന് വരാം എന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ആ ഓർമ്മ ഇല്ലാതായി പോകുമ്പോഴാണ് ഞാൻ ജ്ഞാനിയായി, ഞാൻ ദൈവത്തിൻ്റെ വഴികളിലാണ് നടക്കുന്നത്, എനിക്കൊരു കുഴപ്പവും വരികയില്ല, ഞാനൊന്നും അങ്ങനെ പോവുകയില്ല കേട്ടോ എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കണം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലമാണ് പ്രവേശനം ലഭിച്ചത്. ഇത് കൃപയാണ് എന്നുള്ള കാര്യം ഓർക്കണം. നമുക്ക് ലഭിച്ച കൃപ ഒരിക്കലും വൃഥാവാക്കരുത്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, നമുക്ക് എപ്പോഴും വിവേചന ബുദ്ധി ആവശ്യമുണ്ട്. യു നീഡ് ഡിസേൺമെൻറ്റ്, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എൻ്റെ വഴികൾ ദൈവവചനപ്രകാരമോ എന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യണം? ഡിസേൺ ചെയ്യണം,
ഭാര്യമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, സമ്പത്ത് വന്നുകൊണ്ടിരിക്കും, പ്രശംസ വന്നുകൊണ്ടിരിക്കും, പല പല ബന്ധങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു ഹരമായിട്ട് മാറും കുറേ കഴിയുമ്പോൾ, അല്ലേ? എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും നമ്മളെ അന്വേഷിച്ച് വരുമ്പോൾ ദാറ്റ് വിൽ ബിക്കം എ ത്രിൽ, ആൻ എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ നമുക്ക് ഒരു വിവേചന ബുദ്ധി വേണം. എനിക്ക് എന്ത് വേണം? ഈ മിനിസ്ട്രികളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം അത്. എവിടം വരെ പോകാം, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിൽ തന്നെ ഒരു ഹരം പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നമ്മളും നമ്മുടെ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിപ്പോകും. അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു സ്പിരിറ്റ് ഓഫ് ഡിസൈൻമെൻറ്റ്, ദൈവവചനത്തിലും ദൈവത്തിൻ്റെ വ്യവസ്ഥകളും വിട്ട് എങ്ങോട്ടെങ്കിലും ഞാൻ വ്യതിചലിക്കുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം, ഇൻട്രോസ്പെക്ഷൻ നടത്തണം. നേരത്തെ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. എനിക്ക് അങ്ങനെയൊന്നും പറ്റുകയില്ലെന്ന് ആരും ഒരിക്കലും ചിന്തിക്കരുത്. മനുഷ്യർക്ക് നേരിടുന്ന പരീക്ഷകളൊക്കെ നമുക്കും നേരിടും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ വരും, പക്ഷേ കൊള്ളാകുന്നവനായി തെളിയണമെങ്കിൽ പരീക്ഷയെ ജയിച്ചെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് വിവേചന ബുദ്ധി നമുക്ക് ആവശ്യം. 3, ദൈവിക ആലോചനയ്ക്കായി എപ്പോഴും കാത്തിരിക്കണം, കാതോർക്കണം. ശലോമോൻ തുടക്കത്തിൽ നന്നായിട്ട് തുടങ്ങി, പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലോചന വിട്ടു. എന്താ തെളിവ്? ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു. ദൈവവചനമാണ് ദൈവത്തിൻ്റെ ആലോചനയുടെ മൂർത്തിഭാവം. അത് എഴുതി കൊടുത്തേക്കാണ്. അതിനകത്ത് പറഞ്ഞേക്കാണ്, നീ മിസ്രൈമിലേക്ക് പോയി കുതിരകളെ കൊണ്ടുവരരുത്, അനേകം ഭാര്യമാരെ എടുക്കരുത്, അനേകം വെള്ളിയും പൊന്നും സമ്പാദിക്കരുത്. അപ്പോൾ ദൈവ ആലോചന നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടിയില്ലെന്നിരിക്കും, ഇല്ലേ? നമ്മളിതിനു മുമ്പ് ശൗലിനെ കണ്ടതുപോലെ ശാമുവേലിനെ വിളിച്ചു വരുത്തേണ്ട ഗതികേടൊന്നും വരേണ്ട കാര്യമില്ല. ദൈവവചനം എഴുതപ്പെട്ടതായിട്ട് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ വചനത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള ആലോചനകളൊക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവിക ആലോചനയ്ക്കായിട്ട് എപ്പോഴും കാത്തിരുന്ന് ആ ആലോചന അനുസരിച്ച് മാത്രം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാനിപ്പോൾ ദൈവാലോചനയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് പോയാൽ ശരിയാകുകയില്ല. ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയും. യേശുവിൻ്റെ അമ്മയപ്പന്മാർ ചെയ്തതുപോലെ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ കൂട്ടത്തിലില്ലെന്ന്. ഇങ്ങനെ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. 4, നമ്മളുടെ മഹത്വത്തിന് ഉപരിയായി ദൈവമഹത്വം അന്വേഷിക്കണം. എപ്പോഴും നമ്മൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്കാണോ മഹത്വം അതോ ദൈവത്തിനാണോ മഹത്വം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഗോഡ്സ് ഗ്ലോറി. ദൈവമഹത്വമാണ് 1ാം സ്ഥാനത്ത് ഇരിക്കേണ്ടത്. അങ്ങനെ ഒരു രാജ്യത്തും ഇല്ലായിരുന്നെന്ന് പറഞ്ഞപ്പം ഒരു രാജ്യത്തും ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാനൊരു പ്രേരണ ചിലപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി കാണും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല നമ്മൾ താല്പര്യം എടുക്കേണ്ടത്. എന്ത് ചെയ്താലും, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമം മഹത്വപ്പെടണം. ദൈവമഹത്വം എപ്പോഴും അന്വേഷിക്കണം. 5, പാപത്തെക്കുറിച്ചുള്ള ദൈവിക മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. ദർ ആർ ലോട്ട് ഓഫ് വാർണിങ്സ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് അബൌട്ട് ഹൗ സിൻ വിൽ ഗെറ്റ് ഇൻ ടു യുവർ ലൈഫ്. പാപം വാതുക്കെ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. അവസരം കിട്ടിയാൽ അത് നിന്നെ താഴേക്ക് പിടിച്ചിടും. അതുകൊണ്ട് പാപം നമ്മുടെ വാതുക്കെ കിടപ്പുണ്ടെന്നും അതേക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്നും, അതുകൊണ്ടാണല്ലോ അനേകം ഭാര്യമാരെ എടുക്കരുതെന്ന് പറഞ്ഞാൽ. എടുത്താൽ എന്ത് സംഭവിക്കും? ഒരു മുന്നറിയിപ്പാണ്. എടുത്താൽ അവർ നിൻ്റെ ഹൃദയം വശീകരിക്കും, ഇല്ലേ? കുതിര ഒരുപാടാകരുത്, ആയാൽ നീ മിസ്രൈമിലേക്ക് ആലോചനയ്ക്കായിട്ട് പോകേണ്ടി വരും. അത് അദ്ദേഹത്തിന് സംഭവിച്ചു. പാപത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പുസ്തകത്തിൽ ദൈവവചനത്തിൽ ധാരാളം കിടപ്പുണ്ട്. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചു കൊണ്ടുപോയാൽ, അല്ല, നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓർത്താൽ മതി, സൈൻ ബോർഡുകളെ അവഗണിച്ചു കൊണ്ടുപോയാൽ അപകടം ഉറപ്പാണ്. അതുകൊണ്ട് സൈൻ ബോർഡുകൾ എപ്പോഴും നമ്മൾ നോക്കണം, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പാലം അപകടത്തിൽ എന്ന് കണ്ടേച്ച് വണ്ടി ഓടിച്ച് പാലത്തെ കയറ്റിയാൽ ഉത്തരവാദി ഗവൺമെൻറ് അല്ല, നിങ്ങൾ തന്നെയാണ്. ആ ബോർഡ് നിങ്ങൾ കണ്ട് ടേക്ക് ഡൈവേർഷൻ എന്ന ബോർഡും കൂടെ വായിച്ച് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടതായിരുന്നു. ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ യുവർ സേഫ്റ്റി. താൽക്കാലികമായിട്ടൊരു അസൗകര്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ നിത്യമായിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ചെറിയ അസൗകര്യം. അതുകൊണ്ട് നിത്യത മുമ്പിൽ കാണുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഗൗരവത്തിലെടുക്കുവാൻ ശ്രദ്ധിക്കണം. ശലോമോൻ ആ കാര്യത്തിൽ വീഴ്ച വന്നു എന്നുള്ള കാര്യം മറക്കരുത്. 6ാമത്തായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, പാപം നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളതിനെ വിദഗ്ധമായി കൈകാര്യം ചെയ്യും, മാനസാന്തരപ്പെടുകയല്ല. പാപത്തിൽ വീണു, പാപം സംഭവിച്ചു പോയി എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വീണെടുത്ത് കിടന്ന് ഉരുളുക. വിദഗ്ധമായിട്ട് പാപത്തെ കൈകാര്യം ചെയ്യുക, അതല്ല ആവശ്യം. എന്തു വേണം? മാനസാന്തരപ്പെടണം. നമുക്ക് 11ാം അധ്യായത്തിൻ്റെ 9ാം വാക്യം ഇതോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ ചിലപ്പോൾ
ഒരാശയം കിട്ടി എന്ന് വരാം. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും ദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോന്റെ ഹൃദയം തിരിക്കുകയും. അപ്പോൾ അവൻ്റെ ഹൃദയം ദൈവത്തെ വിട്ട് തിരിഞ്ഞുപോയി. അപ്പം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തിനെ വിട്ടോ അതിനെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണം. അപ്പോൾ അതിനവൻ താല്പര്യം കാണിച്ചില്ല. സോ വെനെവർ വി ഫോൾ ഇൻ ടു സിൻ, അത് വൈദഗ്ധ്യപൂർവ്വം നമുക്ക് വേണമെങ്കിൽ അതിനെ മാനേജ് ചെയ്യാം, അല്ലേ? എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നേരത്തെ ശൗൽ രാജാവിനെ കുറിച്ച് വായിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ നീ ജനത്തിൻ്റെ മുമ്പിൽ മാനിച്ച് ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നുള്ളത് ആരും അറിയാൻ പാടില്ല, നീ എൻ്റെ കൂടെ യാഗത്തിന് വരണം എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പ്രേരണ നമുക്ക് ഉണ്ടായെന്ന് വരാം. നെവർ, അതിനൊരിക്കലും നമ്മൾ വിധേയപ്പെടരുത്. ദാവീദാണ് അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ. ദാവീദ് പാപത്തെ തിരിച്ചറിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അവൻ മാനസാന്തരപ്പെട്ടു. എൻ്റെ അമ്മ എന്നെ പാപത്തിലാണ് ഗർഭം ധരിച്ചത്, ഞാൻ ലംഘനത്തിൽ അകപ്പെട്ടു, എന്നെ നന്നായി കഴുകണം, എൻ്റെ അകൃത്യം പോക്കണം, അല്ലേ? എനിക്ക് നിർമ്മലമായൊരു ഹൃദയം തരണം. ഈ തരത്തിലുള്ളൊരു മാനസാന്തരം ശലോമോൻ ഉണ്ടായില്ല. അപ്പോൾ ശലോമോനിൽ നമ്മൾ അത് പഠിക്കണം. പാപത്തെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുകയല്ല വേണ്ടത്, മാനസാന്തരപ്പെടുകയാണ് ആവശ്യം. 7-ാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഭൗതിക ആസക്തികളെ അതിജീവിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള ആസക്തികൾ, ഈ ലോകത്തിലേക്ക് നമ്മളെ വലിക്കുന്ന ധാരാളം കാര്യങ്ങൾ വരും, അതിനെ അതിജീവിക്കണം. ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവൻ ഈ ലോകത്തിലെ ആകർഷണങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ തീവ്രമായ ഒരു കാര്യം നാം ഒരുപാട് പ്രസംഗിക്കുന്നില്ലെങ്കിലും അത് ലൈംഗികതയാണ്. ഈ ലോകത്തിലേക്ക് നമ്മളെ പിടിച്ചു കെട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളിലൊന്ന് ലൈംഗിക പാപമാണ്. നമ്മൾ ലൈംഗികതയെക്കുറിച്ച് ഒരുപാട് ഇവിടെ സംസാരിക്കുന്നില്ല, അതിവിടെ ഈ ഓഡിയൻസിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ലൈംഗികതയാണ് ശലോമോന് ഒരു വലിയ ഒരു കെണി ഉണ്ടാക്കിയത്, ഒരു വല്ലാത്ത അബദ്ധം അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഭൗതിക ആസക്തികൾ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ലൈംഗികതയ്ക്ക് ഒരു വലിയ പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പത്രമൊക്കെ എടുത്താൽ നിങ്ങൾക്ക് പീഡനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വായിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതൊരു വലിയ അപകടമാണ്. അത് നമ്മൾ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ നാം ചെന്ന് വീഴുവാനായിട്ട് പാടില്ല. സെക്സ് ഔട്ട്സൈഡ് മാരേജ് ഈസ് സിൻ. മാത്രമല്ല, ആരെയാണ് കല്യാണം കഴിക്കുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ഇണയെല്ലാപ്പിണ കൂടരുത്. സെക്സ് ബിഫോർ മാരേജ് ഈസ് ഓൾസോ സിൻ. അപ്പോൾ ഇതൊക്കെ ശലോമോൻ്റെ ജീവിതത്തിൽ അപകടം ഉണ്ടാക്കി എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ലോകത്തിൻ്റെ ആസക്തികൾ നമ്മുടെ പിന്നാലെ വരും, പ്രത്യേകിച്ച് ലൈംഗിക ആസക്തി. 8-ാമത് വിഗ്രഹാരാധന സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുക. വേദപുസ്തകം നമ്മളോട് ശക്തമായിട്ട് പറയുന്നുണ്ട്, ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. അപ്പം ഒരാലയം ഉണ്ടാക്കിയിട്ട് വിഗ്രഹമൊന്നും ഉണ്ടാകാതെ ദൈവത്തിന് വേണ്ടി ആലയം ഉണ്ടാക്കിയ ആൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിനു പോയി? വിഗ്രഹാരാധനയ്ക്ക് പോയി. നമ്മളോട് പൗലോസ് പറയുന്നുണ്ട്, വിഗ്രഹാരാധന വിട്ടോടുവീൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വിഗ്രഹാരാധന ഒരിക്കലും നമ്മളൊരു രൂപം ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും ചില ആശയങ്ങൾ, ചില ആളുകൾ നമ്മുടെ വിഗ്രഹങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വിഗ്രഹാരാധന വിട്ടോടുവീൻ, സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കേണ്ട. ലൈംഗികത പോലെ തന്നെയുള്ളൊരു പാപമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. വിഗ്രഹാരാധന സൂക്ഷിച്ചൊഴിയുക. 9, ഇനി ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയാൻ പാടില്ല, ദൈവത്തിൻ്റെ ശിക്ഷണം സ്വാഗതം ചെയ്യുക. ദൈവം എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ പണിഷ് ചെയ്യുകയാണെങ്കിൽ, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ശിക്ഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവം ഉപദേശിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹാപ്പി ബ്ലസ്ഡ് ഈസ് ദ മാൻ ഹും ഗോഡ് കറക്ട്സ്. ദൈവം തിരുത്തുകയും ദൈവം വഴക്ക് പറയുകയും ദൈവം ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവം നമ്മളെ ചിലപ്പോൾ ഒരു ഡിസിപ്ലിനിങ്ങിൽ കൂടി കടത്തിവിടും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്, താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും തല്ലുന്നു, താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു, തല്ലുന്നു. എന്തിനാ? തൽക്കാലത്തേക്കല്ല, അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാനായിട്ടാണ്. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ ശലോമോന് തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ ശിക്ഷണ നടപടികൾ വന്നതാണ്. പക്ഷേ അത് പുള്ളി നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അദ്ദേഹം രാജാവായിരുന്നുകൊണ്ട് അതിനെ അതിജീവിച്ച് സ്വന്തം വഴിക്ക് പോകാനുള്ള ധാരാളം ചാൻസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെയൊക്കെ തൃണവൽഗണിച്ചു. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശിക്ഷണം, ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ്, ശിക്ഷണം എന്ന് പറഞ്ഞാൽ
ഡിസിപ്ലിനിങ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. ആ ഡിസിപ്ലിനിങ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുവാൻ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. അത് വേണ്ടെന്നൊരിക്കലും പറയരുത്. ആ ശിക്ഷണത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തണം. ചിലപ്പോൾ നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും തിന്മയ്ക്കല്ല, എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ്. നമ്മൾ പലപ്പോഴും പലതും ആക്സിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നോട്ട് ആക്സിഡൻറ്റ്, അപ്പോയിൻമെൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവത്തിൻ്റെ നിയോഗങ്ങളാണ്. ദൈവം അറിയാതെ ഒന്നും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവത്തിൻ്റെ നിയമനങ്ങളാണ്. അതുകൊണ്ട് ദൈവം നിയമിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ദൈവത്തിൻ്റെ ആ ഡിസിപ്ലിനിങ് പ്രോസസ്സിൽ കൂടി കടന്നുപോയി ഒരു ഡിസൈപ്പിൾ ആകണം. ഡിസിപ്ലിൻ ഡിസൈപ്പിൾ. പൗലോസും പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിക്കുന്നു, ശിക്ഷിക്കുന്നു. ഐ ഗോ ത്രൂ. അപ്പോൾ പൗലോസിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാ. എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ടോ? സമൃദ്ധിയിലിരിക്കാനും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ എങ്ങനെ ശീലിച്ചത്, എങ്ങനെ പഠിച്ചത്? നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാം പഠിച്ചു, എല്ലാം ശീലിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നീ ഗൗരവത്തോടെ, തിമോത്തിയോടും ടൈറ്റസിനോടൊക്കെ പറഞ്ഞു, നീ വിശ്വാസികളെ ഇത് ഗൗരവത്തോടെ പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കുന്ന പാസ്റ്റർമാരോടും അധ്യാപകന്മാരോടും ഒക്കെ സഭയിലുള്ള ജനങ്ങൾക്കൊക്കെ പലപ്പോഴും എന്ത് തോന്നും? ഭയങ്കരമായിട്ടുള്ള പിണക്കവും. അവർ ആകപ്പാടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, രോഗമാണെങ്കിൽ വന്ന് പ്രാർത്ഥിക്കണം, കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ നടത്തി കൊടുക്കണം, മരിച്ചെന്ന് പറഞ്ഞാൽ അടക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഹലോ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചൊരു ചായയൊക്കെ കുടിച്ച് പൊക്കോണം, വഴക്കോ വല്ലതും പറഞ്ഞാൽ വിവരം അറിയും. പക്ഷെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, ശാസിക്കുക, തർജ്ജനം ചെയ്യുക, കഠിനമായി ശാസിക്കുക. ആരെങ്കിലും പാസ്റ്റർമാരെ സംബന്ധിച്ച് തലയൊക്കെ കുലുക്കുന്നുണ്ട്, ബാക്കി ആരും ഒന്നും അനങ്ങിയായിട്ട് ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ കഠിനമായിട്ടൊന്നും ശാസിക്കണ്ട, ചുമ്മാതെങ്ങാനും ഒരു വഴക്ക് പറഞ്ഞാൽ തന്നെ, പിന്നെ അല്ല പ്രസംഗവശാൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉടനെ ഫോൺ വിളി വരും, എന്നെ ഉദ്ദേശിച്ചല്ലായിരുന്നോ സാർ അത് പറഞ്ഞത്? ഞാൻ പറയാറുള്ളത്, നിങ്ങൾ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എനിക്കിട്ടല്ലേ കുത്തിയത്. ഞാൻ പറയാം, എല്ലാവരെയും കൂടെ കുത്തിയത്. എപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടോ അപ്പോൾ എന്ത് ചെയ്തോണം? മാനസാന്തരപ്പെട്ടോണം. അല്ലാതെ അപ്പോൾ അതിൻ്റെ അർത്ഥം, ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ? എന്നെ ഒരു കാരണവശാലും കുത്തരുത്, വഴക്ക് പറയരുത്, എൻ്റെ തെറ്റൊന്നും കാണിച്ചു തരരുത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നന്നാകുന്നത്? ഒരിക്കലും നമ്മൾ നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ് നടപ്പാക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ സഭയിൽ ചില രീതിശാസ്ത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നാം അനുസരണം പഠിച്ച്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്, എന്താ ഈ കഷ്ടം? എനിക്കിഷ്ടമില്ലാത്തത്, എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പാസ്റ്റർ പറഞ്ഞു തരുമ്പോഴായിരിക്കും ഞാനത് തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവം പറഞ്ഞു തരുമ്പോൾ, പാസ്റ്റർമാർ പറഞ്ഞു കൊടുക്കുമ്പോൾ, മൂപ്പന്മാർ തിരുത്തുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ ഒക്കെ ഇത് വരാം. അപ്പോൾ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ് സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചിലരോട് ചിന്തിച്ചു, എന്നെ ഇതുവരെ ദൈവം ഏതായാലും ഡിസിപ്ലിൻ ചെയ്യാൻ വന്നിട്ടില്ല, എങ്ങനെയാണോ ഈ വർക്കി സാറിനെയൊക്കെ ഡിസിപ്ലിൻ ചെയ്യുന്നത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു, ക്ലാസ് കഴിഞ്ഞ് സാറിനോട് ചോദിക്കാമെന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പം ദൈവം നേരിട്ട് വന്നൊന്നുമല്ല, അല്ലാതെ ദൈവം വെച്ചിരിക്കുന്ന ഉപാദാനങ്ങൾ, മാനദണ്ഡങ്ങളുണ്ട് അതിനായിട്ട്. അതുവഴിയൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ട്, ചിലപ്പോൾ ഭാര്യ വഴിയായിരിക്കും, ഭർത്താവ് വഴിയായിരിക്കും, പിള്ളേർ, നിങ്ങളെല്ലാം തോക്കുന്നത് പിള്ളേരുടെ മുമ്പിലാണ്, ചിലപ്പോൾ പിള്ളേർ വഴിയായിരിക്കും. ഇതൊക്കെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഫോർ യുവർ കറക്ഷൻ, ഫോർ യുവർ ഡിസിപ്ലിനിങ്, അല്ലേ? അപ്പോൾ നമ്മൾ ഡിസിപ്ലിനിങ് ദൈവം നടത്തിയെടുക്കുമ്പോൾ അതിനോട് നമ്മൾ സഹകരിച്ച് എന്താകണമോ അതിലേക്ക് മുന്നേറണം. ഇപ്പോൾ 9 കാര്യം പറഞ്ഞു, ഞാൻ 10 പറഞ്ഞ് നിർത്താം. 10ാമത്തെ ഒരു പോയിൻ്റോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ട് എന്ന്, അത് പലതും വരുമല്ലോ. ഭാര്യയോട് ഭർത്താവ് പറയും, ഭർത്താവിനോട് ഭാര്യ പറയും, പിള്ളേർ ചിലപ്പോൾ നമ്മളോട് പറയും, സഭയിലുള്ള ആളുകൾ പറയും, തൻ്റെ ആ സ്വഭാവം ശരിയായില്ല, താൻ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, എന്നാലും ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്നൊക്കെ ഇടയ്ക്ക് നമ്മളോട് പറയുകയല്ലേ. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ എങ്ങനെയോ അലോരസപ്പെടുത്തുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ ഒരു തിരുത്തൽ ആവശ്യമുണ്ടെന്നാണ്. ഇസൻറ്റ് ഇറ്റ്?
എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത് കർത്താവിനെ തന്നെയാണ്. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ദാസനായിരിക്കുകയായിരുന്നൊക്കെ എനിക്കും അറിയാം. ഞാൻ പക്ഷെ അതല്ല ഇപ്പോൾ പറയുന്നത്. നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതും ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ശലോമോനെക്കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശലോമോൻ്റെ പല പ്രവൃത്തികളും പലരെയും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ദൈവത്തെ ഇറിറ്റേറ്റ് ചെയ്തു, ദൈവം തന്നെ ഇടപെട്ടിട്ടുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ ആ കുടുംബത്തിൽ തന്നെയുള്ള പല ആളുകളും ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. പക്ഷേ ഈ ഇറിറ്റേഷനൊക്കെ അദ്ദേഹം അവഗണിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാജാവായതുകൊണ്ടാണ്. ഇവിടെ ഞാനാണ് ആൾ, എന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. പക്ഷേ നമ്മളെ മറ്റുള്ളവർക്കൊരു ചൊറുതണമാണ്, ഒരു ഇറിറ്റേഷനാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് പരിശോധിക്കണം. ആത്മശോധന നടത്തിയിട്ട് ഒരു തിരുത്തലിന് വിധേയപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ശലോമോൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു ലേണിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ശലോമോൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും എന്ന് ദൈവവചനം അസന്നിഗ്ധമായിട്ട് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ നടപ്പുകളെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, എന്നാൽ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. നമ്മുടെ നടപ്പുകൾ ക്രമപ്പെടുവാൻ ശലോമോൻ ഒരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. സമാനമായിട്ടുള്ള പല വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ അനേകം ഭാര്യമാരെ എടുത്തിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് വെള്ളവും പൊന്നും സമ്പാദിച്ചിട്ടുണ്ടാകുകയല്ല. പക്ഷേ ഇതൊരു ലേണിംഗ് ആണെന്നുള്ള കാര്യമാണ്. കുതിരയില്ലായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിന് സമാനമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്നുണ്ട്. നമ്മൾ ശലോമോനെ പോലെ രാജാവായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിച്ചതിനും, അതല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കാത്തത്. പക്ഷേ മറ്റു കാര്യങ്ങളുണ്ടാകും. അത് തിരുത്തി മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ വചന പഠനം നമ്മളെ സജ്ജരാക്കട്ടെ. 12 മുതൽ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ 22 വരെയുള്ള അധ്യായത്തിൽ അടുത്ത 80 കൊല്ലത്തെ ചരിത്രമാണ് കിടക്കുന്നത്. ഞാൻ പഠിപ്പിക്കാൻ പോകല്ല, പേടിക്കണ്ട. വായിക്കാൻ ഒരു പ്രേരണ തരാൻ വേണ്ടിയാണ്. ചാപ്റ്റർ 12 to 22, അതിപ്പോൾ ഒരു ഹാഫാണ് കഴിഞ്ഞത്. ഇനിയത്തെ ഹാഫിൽ നമ്മൾ കാണുന്നത് നെക്സ്റ്റ് 80 ഇയേഴ്സ്. ഇപ്പം 40 കൊല്ലത്തെ ചരിത്രം പറയാനാണ് 11 അധ്യായം ഉപയോഗിച്ചത്. ഇനിയത്തെ അധ്യായങ്ങൾ ഉപയോഗിക്കുന്നത് 80 കൊല്ലത്തെ ചരിത്രം പറയാനായിട്ടാണ്. ഈ 80 കൊല്ലത്ത് കിങ്ഡം ഡിവൈഡഡായി, സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. യഹൂദയെന്നും ഇസ്രായേലെന്നും. യഹൂദയിൽ 4 രാജാക്കന്മാരും ഇസ്രായേലിൽ 8 രാജാക്കന്മാരും ഭരിച്ചു. ഇവർ നല്ലവരായിരുന്നോ ചീത്തയായിരുന്നോ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നെ ഈ ചാർട്ട് എടുത്തൊന്ന് നോക്കുന്നത്, ആരൊക്കെയായിരുന്നു രാജാക്കന്മാർ, അവരുടെ ഭരണരീതി എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെ ഇതിനകത്ത് നോക്കിയാൽ കാണും. ഹോംവർക്ക് തരാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് കോളം നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോൾ ആദ്യം വന്ന പ്രവാചകൻ ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിനെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം പഠിച്ചു തീരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിവൈഡഡ് സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ 8, 4, 12 രാജാക്കന്മാരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ഓരോരുത്തരെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുകയല്ല, അവിടെ അതൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞത്. 12 രാജാക്കന്മാരെക്കുറിച്ചും ഒരു പ്രവാചകനെക്കുറിച്ചും കൂടി പഠിക്കണം. പക്ഷേ ആ പ്രവാചകൻ അല്ലാതെ വേറെ പ്രവാചകന്മാരും ഈ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞിരുന്നു. ശെമയ്യാവ് ഫോർ എക്സാമ്പിൾ, ശെമയ്യാവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അബിയ ഉണ്ടായിരുന്നു. പിന്നെ ഏലിയാവ് ഉണ്ടായിരുന്നു. പല പ്രവാചകന്മാർ. പക്ഷെ നമ്മൾ പ്രത്യേകം അറിയുന്ന പ്രവാചകൻ ഏലിയാവ് മാത്രമാണെന്നേ ഉള്ളൂ. ഇതിനകത്ത് മറ്റുള്ളവരുടെയൊക്കെ പേരുണ്ട്. അപ്പോൾ അതും കൂടെ ഒരുമിച്ചൊക്കെ നോക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഇനി പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇനി വായിക്കുമ്പം നമ്മൾ വായിക്കുന്ന രാജാവ്, പുസ്തകം ഏത് പുസ്തകമാണ്? രാജാക്കന്മാരുടെ പുസ്തകമാണ്. അപ്പോൾ എല്ലാം രാജാവാണെന്ന് പറഞ്ഞാൽ പോരാ. ഇനി നമ്മൾ വായിക്കുന്ന രാജാവ് ഏത് രാജ്യത്തെ രാജാവാണെന്നും കൂടി നോക്കണം. ഒന്നിൽ യഹൂദയിലെ രാജാവായിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിലെ. പിന്നെ പേരുകൾ തമ്മിലാണെങ്കിലും ഭയങ്കര സാമ്യമാണ്. അപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഒരു സാമ്രാജ്യത്തിൽ രാജാവായത് യൊരോബയാം, മറ്റേടത്ത് രാജാവായത് രഹബയാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ജെറോബാം ആൻഡ് റഹോബാം. എല്ലാം ബാമാണ്, അതുകൊണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് തമ്മിലാണ്. എന്തെങ്കിലും ബാമാവട്ടെ ഒരു രാജാവ് എന്ന് വെച്ച് നമ്മൾ രാജാവ് ആണെന്നും പറഞ്ഞങ്ങ് വായിച്ചു പോയാൽ ഒന്നും ചരിത്രം ക്ലിയർ ആകുകയല്ല. ക്ലിയറായിട്ട് ചരിത്രം പോകണമെന്നുണ്ടെങ്കിൽ ഇത് യൊരോബയാമാണോ, രഹബയാമാണോ, ഇസ്രായേലാണോ, യഹൂദയാണോ എന്നൊക്കെ ഉള്ളതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചാൽ
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 12 രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമെന്ന് പറഞ്ഞു, 8ഉം 4ഉം. അതിൽ 2 പേര് മാത്രമേ നല്ല രാജാക്കന്മാർ. ഞാൻ വേറൊരു കോളമുണ്ട് ഇതിനകത്ത്, ചീത്ത നല്ലതെന്ന്. അപ്പോൾ അതിൽ 2 പേരും നല്ല രാജാക്കന്മാരായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നല്ല രാജാക്കന്മാരാരാണെന്നുള്ളതും അവരെന്താ ചെയ്തതെന്നുള്ളതും ഓർത്തിരിക്കണം. ആസ, യഹോശാഫാത്ത്. ഇത് കുറേ കാലം മുമ്പ് തന്നതായതുകൊണ്ട് എവിടെയെങ്കിലും കാണും, തപ്പിയെടുത്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വീട്ടിലൊക്കെ എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും, മത്തായി ചേട്ടൻ്റെ കണ്ണാടി പോലെ. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാനായിട്ട് ചേട്ടൻ കണ്ണാടി അന്വേഷിച്ചിട്ട് കാണാനില്ല. കുറേ നേരം കഴിഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, മനുഷ്യ ബൈബിള് തുറന്ന് നോക്കാൻ അതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ബൈബിള് തുറന്നിട്ടില്ല. കാരണം അത് എവിടെ കൊണ്ടിട്ട് ഇനി അടുത്ത ഞായറാഴ്ചയിലേ അത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് എവിടെ കൊണ്ട് ഇട്ടെന്നുള്ളത് നോക്കിയാൽ മതി. ഇനി അടുത്ത ഞായറാഴ്ച മതിയല്ലോ, അടുത്ത ചൊവ്വാഴ്ച മതിയല്ലോ എന്ന് വിചാരിച്ച് ഇതെവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബൈബിളിനകത്ത് തന്നെ കാണും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ബൈബിളിലില്ല, അപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 രാജാക്കന്മാർ നല്ലവരാണെന്ന് അവിടെ അവരുടെ കാലത്ത് ഉണർവുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് ഉണർവുണ്ടായി എന്നൊക്കെയുള്ളത് സെൽഫ് സ്റ്റഡി ചെയ്യാൻ വിടുന്നു എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെ ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ശലോമോൻ കർത്താവെ, ഞങ്ങളെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഏത് സമയത്തും പിശാച് ഇടർച്ച ചെയ്യുവാനും ഞങ്ങൾ വീണു പോകുവാനും സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ കർത്താവെ, നീ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഒരിക്കലും അനാഥരല്ല. ലോകാവസാനത്തോളം എല്ലാ നാളും നീ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിന്നെ വിട്ടെങ്ങും പോകാതെ നിന്നോട് ചേർന്ന് കർത്താവെ, ഏറ്റവും പറ്റിച്ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം, പൂർണ്ണമായിട്ട് നിൻ്റെ വഴികളിൽ അനുസരിച്ച് വിധേയത്വത്തോടുകൂടെ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം പിന്നെയും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമോ അതിൻ്റെ മോഹങ്ങളോ ഞങ്ങളെ കർത്താവെ ആകർഷിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഏകാഗ്രമായിരിക്കുവാൻ തക്കവണ്ണം, ആ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഹൃദയം വഷളായി പോകാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ശലോമോനെക്കുറിച്ച് ചിന്തിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കൊരു മാതൃകയും കർത്താവ് ഒരു ഉപദേശകവും ഒരു ചൂണ്ടുവലകയുമായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.